ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പാപത്തിൽ വീണ് ദൈവകൃപ നഷ്ടപ്പെട്ട് ദൈവത്തിൻ്റേതായിട്ടുള്ള സ്നേഹവും കരുണയും മറന്ന് മുൻപോട്ട് പോയ ദൈവജനത്തെ വീണ്ടെടുക്കുവാൻ തക്കതിനുവണ്ണം ദൈവം തൻ്റെ അതിശ്രേഷ്ഠ പ്രവാചകനായ മോശയിലൂടെ തൻ്റെ ജനം പാപപരിഹാര ദിനം വർഷം തോറും ആചരിക്കണമെന്നും അങ്ങനെ താനുമായി നിരപ്പ് പ്രാപിച്ച് വീണ്ടും തൻ്റെ സ്നേഹത്തിലേക്കും തൻ്റെ കരുണയിലേക്കും മടങ്ങി വരുവാൻ തക്കവണ്ണം പ്രവർത്തിക്കണമെന്നും കൽപ്പിച്ചു. ഇസ്രായേൽ മക്കൾ ആ കൽപ്പന കേട്ടുവെങ്കിലും കാലം മുൻപോട്ട് പോയപ്പോൾ അവർ ആ കൽപ്പന വീണ്ടും മറന്ന് പാപത്തിൻ്റെ പെരുവഴിയിൽ വീണു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ദൈവം അവരെ പല രീതികളിൽ തന്നിലേക്ക് മടങ്ങി വരുവാൻ ഉപദേശിച്ചുവെങ്കിലും അവരത് കൂട്ടാക്കാതെ വീണ്ടും പാപത്തിൻ്റേതായിട്ടുള്ള വഴികളിൽ ദൈവത്തെ മറന്ന് ദൈവത്തിൻ്റെ കൽപ്പനകളെ മറന്ന് മുൻപോട്ട് പോയി. അവർ അന്യദൈവങ്ങളെ ആരാധിക്കുവാൻ തുടങ്ങി. അവരെ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് 4 പതിറ്റാണ്ട് കാലം മരുഭൂമിയിലൂടെ നടത്തി പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലെത്തിച്ച് സമ്പൽ സമൃദ്ധമായ ജീവിതം നൽകിയ ദൈവത്തെ അവർ മറന്നു. അവർ പഴയ വഴികളിലേക്ക് പോകുവാനുള്ള പ്രവണത എപ്പോഴും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഏതാണ്ട് 400 കൊല്ലം കഴിഞ്ഞ്, അതായത് മോശയിലൂടെ ദൈവം വർഷം തോറും തിസ്രി മാസം 9, 10 തീയതികളിൽ പാപപരിഹാര ദിനം ആചരിക്കണമെന്ന് കൽപ്പിച്ചു കഴിഞ്ഞ് ഏതാണ്ട് 400 കൊല്ലങ്ങൾക്ക് ശേഷം അവരതനുഷ്ഠിക്കാതെ വരുമ്പോൾ അവരെ അതികഠിനമായ ശിക്ഷയിലേക്ക് ദൈവം കടത്തിവിടുകയാണ്. ദേശത്ത് കഠിനമായ വരൾച്ച, കൃഷികളെല്ലാം നഷ്ടപ്പെട്ടു. അതുമാത്രമല്ല, ബാക്കി ഉള്ള ചില വൃക്ഷങ്ങളും ചില സസ്യങ്ങളുമെല്ലാം വരൾച്ചയെ അതിജീവിച്ച് നിലനിന്നപ്പോൾ അവയെ പരിപൂർണമായിട്ട് നശിപ്പിക്കുവാൻ ദൈവം വെട്ടുക്കിളികളെ അയച്ചു. അങ്ങനെ സമ്പൂർണമായി ജനജീവിതം ദുസ്സഹമാക്കി ദേശത്തെല്ലാം ക്ഷാമമുണ്ടായി. കഠിനമായ വരൾച്ചയിലും ക്ഷാമത്തിലും ജനങ്ങളും മൃഗങ്ങളും ചത്തൊടുങ്ങുവാൻ തുടങ്ങി. അവർ ദൈവത്തെങ്കിലേക്ക് നിലവിളിച്ചു. അപ്പോൾ ദൈവം തൻ്റെ പ്രവാചകനായ യോവേലിലൂടെ വീണ്ടും അവരോട് സംസാരിക്കുകയാണ്. 3 അധ്യായവും 73 വാക്യങ്ങളും മാത്രമുള്ള യോവേൽ പ്രവചനത്തിലൂടെ ദൈവം അവരെ വിടുവിക്കുവാൻ തക്കതിനുവണ്ണം നൽകിയ ഉപാധി താൻ ഏതാണ്ട് 400 കൊല്ലം മുൻപ് മോശയിലൂടെ നൽകിയ അതേ പ്രമാണമാണ്. ഉപവസിച്ച് ആത്മതപനം ചെയ്ത് തന്നിലേക്ക് മടങ്ങി വരികയാണ്. ദൈവത്തിന് അവരുടെ നിലവിളി കേട്ട് അവരുടേതായിട്ടുള്ള ക്ഷാമത്തെ നീക്കാം, വരൾച്ച മാറ്റി മഞ്ഞും മഴയും അയക്കാം. പക്ഷേ ദൈവത്തിന് ആവശ്യമായിരുന്നത് ആന്തരികമായ പരിവർത്തനമാണ്. ബാഹ്യമായ ചടങ്ങുകളല്ല, ബാഹ്യമായ ആരാധനയല്ല. പ്രത്യുത അവരുടെ ജീവിത വീക്ഷണത്തിന് മാറ്റം വരണം. ആന്തരികമായ പരിവർത്തനം അവർക്കുണ്ടാകണം. അതുകൊണ്ടാണ് വീണ്ടും ഉപവാസത്തോടും പ്രാർത്ഥനയോടും ആത്മതപനം ചെയ്ത് തൻ്റെ സന്നിധിയിലേക്ക്, തൻ്റെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം കൽപ്പിച്ചത്. അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന അവർ കേട്ടു. യോവേൽ പ്രവചനത്തിൽ 3 പ്രാവശ്യം അത്യുന്നതനായ ദൈവം അവരോട് ഒരു വിശുദ്ധ ഉപവാസം പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. 73 വാക്യങ്ങൾ മാത്രമുള്ള ആ ചെറിയ പ്രവചനത്തിൽ 3 പ്രാവശ്യമാണ് വീണ്ടും തൻ്റെ സന്നിധിയിലേക്ക് ഉപവാസത്തോടും പ്രാർത്ഥനയോടും മടങ്ങി വരുവാൻ ദൈവം ആവശ്യപ്പെടുന്നത്. ഇത് വർഷം തോറുമുള്ള പാപപരിഹാര ദിനമായിട്ടല്ല, പിന്നെയോ അന്നത്തെ ചുറ്റുപാടുകളിൽ തൻ്റെ കൊടും ശിക്ഷ അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന തൻ്റെ ജനത്തോട് മടങ്ങി വരുവാൻ തക്കതിനുവണ്ണം, ദൈവത്തിന് ആ ശിക്ഷയെ അകറ്റുവാൻ തക്കതിനുവണ്ണം, അവരുടേതായിട്ടുള്ള ക്ഷാമത്തിൽ നിന്ന് അവരെ വിമോചിപ്പിക്കുവാൻ തക്കതിനുവണ്ണം, അവരുടെ വരൾച്ചയെ അവരുടെ ജീവിതയാത്രയിൽ നിന്ന് മാറ്റുവാൻ തക്കവണ്ണം അവർ ഉപവസിക്കണമെന്ന് ദൈവം നിഷ്കർഷിക്കുകയാണ്.
മാത്രമല്ല ആ ഉപവാസത്തിൽ കൂടി അവർക്ക് ലഭിക്കുവാൻ പോകുന്ന നന്മകളും ദൈവം വിവരിക്കുകയാണ്. അങ്ങനെ ആ ജനം ഉപവസിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചതായിട്ട് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. എന്നാൽ കാലം വീണ്ടും മുൻപോട്ട് പോകുമ്പോൾ ജനം ഈ ഉപവാസമെന്ന അതിമഹത്തായ ഉപാധിയെ മറന്നു പോകുന്നതായിട്ട് നാം കാണുന്നുണ്ട്. തിരുവചനം അഥവാ വിശുദ്ധ ബൈബിൾ 1600 കൊല്ലങ്ങൾ കൊണ്ട് എഴുതപ്പെട്ടതാണ്. പല രാജ്യങ്ങളിലായി പല സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്ന 40ഓളം എഴുത്തുകാർ എഴുതിയ പുസ്തകങ്ങൾ അവരുടെ ബുദ്ധിയിൽ എഴുതിയ പുസ്തകങ്ങളല്ല, പിന്നെയോ പരിശുദ്ധാത്മ നിവേശിതരായി അവർ കാലാകാലങ്ങളിൽ എഴുതിയ പുസ്തകങ്ങളെ കൂർത്തിണക്കിയ മഹാപുസ്തകമാണ് ദൈവത്തിൻ്റെ തിരുവചനം അഥവാ വിശുദ്ധ ബൈബിൾ. ആ എഴുത്തുകാരിൽ രാജാക്കന്മാരുണ്ട്, മുക്കുവന്മാരുണ്ട്, സാധാരണക്കാരുണ്ട്, അങ്ങനെ അനേകർ ആട്ടിടയന്മാരുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റേതായിട്ടുള്ള പ്രേരണയിൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മ നിവേശിതരായിട്ട് എഴുതിയ ഈ മഹത് ഗ്രന്ഥം, ഈ വിശുദ്ധ ഗ്രന്ഥം നാം പരിശോധിക്കുമ്പോൾ അതിൽ 66 പുസ്തകങ്ങളുണ്ട്. ആ 66 പുസ്തകങ്ങളിൽ 24 പുസ്തകങ്ങളിൽ ഉപവാസത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. ഉപവാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുവാൻ, അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപവാസത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഇതിലധികം മറ്റൊന്നും ആവശ്യമില്ല. ഈ 24 പുസ്തകങ്ങളിൽ 3 പുസ്തകങ്ങൾ ഉപവാസ പ്രാർത്ഥനയെ അടിസ്ഥാനമാക്കി മാത്രം ഉളവായ സംഭവങ്ങളാണ് വിവരിക്കുന്നത്. അപ്പോൾ തിരുവചനത്തിലെ 3 പുസ്തകങ്ങളുടെ അടിസ്ഥാനം ഉപവാസ പ്രാർത്ഥനയാണ്. അങ്ങനെ ഉപവാസത്തിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും ദൈവം വെളിപ്പെടുത്തുമ്പോൾ തന്നെ യെശയ്യാ പ്രവാചകനിലൂടെ ഉപവാസത്തിന് ആവശ്യമായ ഘടകങ്ങൾ എന്താണ്, വെറും ഭക്ഷണം വെടിഞ്ഞിരിക്കുകയല്ല, പിന്നെ അതിലുപരിയായിട്ട് ഉപവാസ പ്രാർത്ഥനയ്ക്ക് ചില നിബന്ധനകളുണ്ട്, ചില നിയമങ്ങളുണ്ട്, ചില അനുഷ്ഠാനങ്ങളുണ്ട് എന്ന് ദൈവം തൻ്റെ ജനത്തെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം അവർ വർഷം തോറും പാപപരിഹാര ദിനം ആചരിക്കുകയും അതിലുപരിയായിട്ട് വീണ്ടും വീണ്ടും ഉപവാസങ്ങൾ അനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവർക്ക് മറുപടി ലഭിക്കുന്നില്ല. വാസ്തവത്തിൽ ദൈവം അവരോട് പാപപരിഹാര ദിനമായിട്ട് ആചരിക്കുവാൻ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ കൽപ്പിച്ചിരുന്നുള്ളൂ. പക്ഷേ ഈ പാപപരിഹാര ദിനം ആചരിച്ച് മുൻപോട്ട് പോകുമ്പോൾ അവർക്കുണ്ടായ അനുഗ്രഹങ്ങൾ നിമിത്തം അവർ വീണ്ടും വീണ്ടും ഇപ്രകാരം ഒരു ദിവസം വേറിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നാൽ കാലം മുൻപോട്ട് പോയപ്പോൾ ഇപ്രകാരമുള്ള പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ വന്നു. അവർ വീണ്ടും വീണ്ടും ഉപവസിച്ചു, പക്ഷേ മറുപടിയില്ല. അതുകൊണ്ട് അവർ ദൈവത്തോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഉപവസിച്ചിട്ട് നീ കാണാതിരിക്കുന്നത് എന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്തിട്ട് നീ അറിയാതിരിക്കുന്നത് എന്ത്? So we have seen in the last days how the great principle of fasting was commanded by the Almighty God through his prophet Moses, and how the Day of Atonement was commanded to be observed by the people of Israel so that they can come back to God by washing away, by cleansing away their sins. This commandment was given by God because he wanted his people to come back to him. Though Moses had given this commandment, initially the children of Israel observed it. They fasted and prayed annually. But as years went by, we find that the children of Israel, or God's people, forgot the commandments what God gave and again fell into sin. And God was waiting and waiting for their return, but they never returned. Though God exhorted them in many ways to come back to him, they never bothered to listen to God. And because no punishment were coming from God, he again and again
told them to come back to him, but they could not listen to him. They never obeyed him. Finally, God punished them with a severe drought. And with the drought came the famine, because all their agricultural produces were destroyed. And God sent the mighty army of locusts to destroy everything that is green in their land. So the children of Israel were suffering and going through a great famine. Not only men, but also animals were dying. There was death everywhere because famine was so great, and the drought was so bad. They were being destroyed. And then they called upon God. They cried unto God. So God once again spoke through his prophet Joel and told them what exactly they should do to completely wipe away the anger of God. This was the anger of God. They knew that. And they cried out so that they thought God would act instantly and stop the drought, send rains, and also remove the famine. But God didn't do that. God wanted them to return to him. And how? Return to him through fasting and prayer. So God gives them the very same advice what he had given them, the command which he had given them about 400 years ago through his prophet Moses. Fast and pray and turn to him. God tells them to declare a Sabbath, declare a holy fast, sanctify a fast. So it's a holy fast. And in this small prophecy of 3 chapters and 73 verses, we find the Lord speaking to them, commanding them to fast 3 times. And he also told them about the blessings he is going to shower upon them in the fasting. They fasted, and God removed the drought, blessed them, the famine was removed, happiness was there, and they began to go again forward as God's own people. But as years went by, decades and centuries went by, again they fasted, but their fastings were just superficial. It was just a matter of obedience, in a sense, a repeat of certain ceremonies. It was simply a repeat, you see. They did it because the command was there. There was no honesty or sincerity in their fasting. And so, though they fasted many times, not once, God had commanded them to fast only once a year. That also one day. But these people started fasting many times a year because they knew true fasting would bring blessings from the Almighty God. So they began fasting, and after some time they found that God was not answering their fasts. So we find these fastings, their fastings were many. In fact, the word fasting occurs 78 times in the Bible. And we find fasting, the process of fasting, in 24 books of the Bible. And 3 books of the Bible are entirely built upon this great phenomena of fasting. So, when fastings became frequent and when no answers came from God, they asked God, God, why you are not looking at our fastings? Why you are not answering our fastings? In Isaiah chapter 58 verse 3, we find them questioning God, because according to them, they had fasted. They had abstained from taking food. They had not taken any food at all. They were at the feet of God. And they had afflicted their souls. How? They used to put upon sackcloth and put ashes upon them. So that was a mark of repentance, mourning. And because God had told them that in the day of atonement, they have to afflict their souls, or they have to repent. So as an external mark of repentance or sorrow of their sins
or the sins committed by them, they used to wear sackcloth and lie down and pour ashes on them. So they were observing these two things. They did not take any food, neither forget what God had told them about afflicting their souls. So they put on sackcloth, lied down and put on ashes on them. And they thought this was the fasting what God wanted. Because there was no answer from God, they asked God, why are you not looking at our fastings? And why are you not listening to our tears and our cries? Why don't you see our affliction? We afflict our souls. ഞങ്ങൾ ഉപവസിക്കുമ്പോൾ നീ കാണാതിരിക്കുന്നതെന്ത്? ഞങ്ങൾ ആത്മതപനം ചെയ്യുമ്പോൾ നീ അറിയാതിരിക്കുന്നതുമെന്ത്? ഞങ്ങൾ ഉപവസിക്കുമ്പോൾ മനുഷ്യരെല്ലാം ഞങ്ങളുടെ ഉപവാസം കാണുന്നുണ്ട്. പക്ഷെ നീ എന്തുകൊണ്ട് ഞങ്ങളുടെ ഉപവാസം കാണുന്നില്ല? കാരണം ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് അവരെല്ലാവരും ഒരുമിച്ച് കൂടി വന്ന് ഒരു ജോലിയും ചെയ്യാതെയാണ്, ഭക്ഷണം കഴിക്കാതെയാണ് അവിടെ ഇരിക്കുന്നത്. അതെല്ലാവർക്കും കാണാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ അവർ പശ്ചാത്താപത്തിൻ്റെ ലക്ഷണമായി, ദൈവസന്നിധിയിൽ സ്വയം താഴ്ത്തുന്നതിൻ്റെ ലക്ഷണമായി പരുക്കൻ വസ്ത്രമാണ് ധരിക്കുന്നത്. പരുക്കൻ വസ്ത്രം എന്ന് പറഞ്ഞാൽ ചാക്ക് പോലെ ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള സുഖവും തരാത്ത ചാക്ക് ചണനിർമ്മിതമായ വസ്ത്രമാണ് ധരിക്കുന്നത്. എന്നിട്ട് താഴെ കിടക്കും, എന്നിട്ട് ചാരം വാരിയിടും. അപ്പോൾ ശരീരത്തിന് യാതൊരു സുഖവുമില്ല, ചൊറിച്ചിലാണ്. അപ്പോൾ അപ്രകാരമുള്ള ഒരു അവസ്ഥയിൽ അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ്. രാത്രിയിൽ ഉറങ്ങാതിരിക്കാനാണ് ഇപ്രകാരം ചെയ്യുന്നത്. ദൈവത്തിന് പീഡനം സ്വയം വരുത്തി വെച്ചുകൊണ്ട് ദൈവത്തെ മറക്കാതെ ദൈവത്തോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുവാൻ തക്കവണ്ണം ശരീരത്തിൻ്റേതായിട്ടുള്ള സുഖങ്ങൾ മാറ്റിവെച്ചിട്ടാണ് അവർ ഇപ്രകാരം ചെയ്യുന്നത്. ശാരീരിക സുഖങ്ങൾ വെടിഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിൽ തങ്ങൾ നിലവിളിക്കുന്നുവെന്ന് ബോധ്യപ്പെടുത്തുവാനായിട്ടാണ് ഇപ്രകാരമുള്ള ബാഹ്യമായ കാര്യങ്ങൾ ചെയ്യുന്നത്. കാഴ്ചക്കാർക്കെല്ലാം തീർച്ചയായിട്ടും ഇവർ ആത്മതപനം ചെയ്യുകയാണ്, അഥവാ പശ്ചാത്തപിക്കുകയാണ്, അഥവാ അവരുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ കുറവുകളെക്കുറിച്ച് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുകയാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഇത് ബാഹ്യമായ ഒരു ആവരണമാണ്, ബാഹ്യമായ ചടങ്ങാണ്. ഇന്നും അനേകരുടെ ഉപവാസ പ്രാർത്ഥനകളെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്. വലിയ ഫ്ലെക്സ് കെട്ടി ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ച് അനേകർ ഉദ്ഘോഷിക്കാറുണ്ട്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എന്ന് വേണ്ട പല കാലയളവിലുള്ള ഉപവാസ പ്രാർത്ഥനകളെക്കുറിച്ച് കേൾക്കാറുണ്ട്. ബാഹ്യമായ ചടങ്ങുകളായിട്ട് അത് തീരുകയാണോ? ആന്തരികമായ പരിവർത്തനം അതിനുള്ളോ എന്നുള്ളത് നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാനും നിങ്ങളും ഉപവസിക്കുമ്പോൾ ബാഹ്യമായ ചില ചടങ്ങുകൾ കാണിച്ചുകൊണ്ടല്ല നാം ഉപവസിക്കേണ്ടത്. അത്യുന്നതനായ ദൈവം നോക്കുന്നത് ബാഹ്യമായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ചടങ്ങുകളോ ആരാധനയോ അല്ല. അതിനുള്ള വ്യക്തമായ തെളിവാണ് ഇസ്രായേൽ മക്കളുടെ ഈ ചോദ്യം. അതെ, ഞങ്ങൾ ഉപവസിക്കുമ്പോൾ നീ കാണാതിരിക്കുന്നത് എന്ത്? ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വയം സമർപ്പിച്ചുകൊണ്ട് അവർ ഉപവസിക്കുകയാണ്. പക്ഷേ അനേക ഉപവാസങ്ങൾ കഴിഞ്ഞിട്ടും മറുപടി ഇല്ലാതെ വരുമ്പോൾ ദൈവം തന്നെ അതേ മറുപടി നൽകാതിരിക്കുന്നു എന്നവർക്ക് ബോധ്യമാകുമ്പോൾ അവരുടെ ചോദ്യമാണ്. Today many people fast. We find so many hoardings and so many advertisements about fastings. But these are all external manifestations of fasting. Just like the children of Israel did. Because as per God's command, they all gathered together at one place. They observed it as a Sabbath and then they abstained from food. They didn't take any food, that's true. And as a mark of sorrow, as a mark of repentance, they had worn sackcloth, clothing made of sack or very coarse cloth, so that it will avoid all comfort. And they used to put ashes. Ash with this rough cloth would give them a lot of discomfort for their body. And in that discomfort, they do not want to sleep. They want to always be reminded about their repentance. So they are supposed to call upon God with this discomfort. Everything said and done, they were all, it was all a form of external manifestation. And because the replies didn't come, they asked God. Today also the same thing happens. There are many people who come to me and say, when I tell them we have to fast and pray, because I lead a fasting prayer ministry.
I lead a fasting prayer ministry, and we have 24-hour fasting, we have 48-hour fasting, we have 72-hour fastings. Fastings are different durations. And mostly it is a 24-hour fast. So when they come with their problems and when they share their difficulties with me, and I will tell them, why don't you fast and pray? Oh, we are fasting. Then I said, do you really fast? Yes, yes. We don't take any food. We pray a lot and we don't do anything. We don't do any work. We fast and pray. But we have no answer from God. Then I would point out to them, please look into Isaiah chapter 58 verse 3. This is the very same thing with the children of Israelites said. We are fasting but thou art not seeing. So even today we find many claim to fast, but they fail to receive an answer from God. And that exactly is decaying our spiritual life. Because we claim to fast and we pretend to lead a spiritual life, but there are no fruits. We cannot be strengthened in the Holy Spirit. We cannot come out of our problems. We cannot end our divisions. We cannot end our enmity. And then there is strife everywhere. There are dissensions everywhere. We claim to fast. We claim to worship. But we find there is no remedy at all for the great disaster Satan is bringing upon the churches and congregations. നാം ഇന്ന് ഉപവസിക്കുന്നെന്ന് പറയുന്നുണ്ട്. പലരും എൻ്റെ അടുക്കൽ വരുമ്പോൾ പ്രയാസ പ്രശ്നങ്ങളുമായിട്ട് മുൻപോട്ട് പോകാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാൻ, നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്? ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ ഉപവസിക്കാറുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ ഉപവസിക്കാറുണ്ട്. ഞങ്ങൾ ബുധനും വെള്ളിയും ഒക്കെ ഉപവസിക്കുന്നുണ്ട്. മാത്രമല്ല വേറിട്ട ഒരു ദിവസം ഉപവസിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല. ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. എങ്ങനെയാണ് നിങ്ങൾ ഉപവസിക്കുന്നത്? ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾ പാപത്തെക്കുറിച്ച് ഏറ്റു പറഞ്ഞാണോ പ്രാർത്ഥിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ അനുതാപത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അനുതാപത്തിൻ്റെ സങ്കീർത്തനങ്ങളെല്ലാം ഞങ്ങൾ ചൊല്ലാറുണ്ട്. അനുതാപത്തിൻ്റെ പ്രാർത്ഥനകൾ പറഞ്ഞിരിക്കുന്നതൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല. ഇതാണ് ഉപവാസ പ്രാർത്ഥനയുടേതായിട്ടുള്ള ഇന്നത്തെ അവസ്ഥ. ഇത് ഇന്ന് തുടങ്ങിയതല്ല. ഇസ്രായേൽ മക്കളുടെ ഉപവാസത്തെക്കുറിച്ച് അവർ ദൈവത്തോട് പരാതി പറഞ്ഞതാണ്. ഞങ്ങൾ ഉപവസിച്ചിട്ടും നീ നോക്കാതിരിക്കുന്നതെന്ന്, ഞങ്ങൾ ആത്മതപനം ചെയ്തിട്ടും നീ കാണാതിരിക്കുന്നതെന്ന്. തീർച്ചയായിട്ടും അവരുടെ ഉപവാസ പ്രാർത്ഥനകൾ ഏതോ തകരാറുണ്ട്. അതാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. നാം ഇന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും കടന്നു വരുമ്പോൾ നമ്മൾ എപ്രകാരമാണ് ഉപവസിക്കേണ്ടത്, എങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് മറുപടി ലഭിക്കേണ്ടത്, അതിനുള്ള കാര്യങ്ങൾ എന്താണ് നാം ചെയ്യേണ്ടത്. ഉപവസിക്കുക എന്ന് പറയുമ്പോൾ കേവലം ഭക്ഷണം വെടിയുകയോ അല്ലെങ്കിൽ അനുതാപത്തിൻ്റെ ലക്ഷണമായിട്ട് കുമ്പിടുകയോ ഒന്നുമല്ല. അതിലുപരിയായിട്ട് മറ്റെന്താണുള്ളത് അത് നമുക്ക് തുടർന്ന് പഠിക്കാം. നമുക്ക് ഇപ്പോൾ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥപിതാവും ദൈവമേ, ഇസ്രായേൽ മക്കളെ പോലെ പലപ്പോഴും ഉപവസിച്ചിട്ട് മറുപടി ലഭിക്കാത്ത അവസ്ഥയിൽ കടന്നു പോകുന്ന അനേകം ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട്. ഞങ്ങൾ എപ്രകാരമാണ് ഉപവസിക്കേണ്ടതെന്നും എപ്രകാരമാണ് അവിടുത്തെ തിരുസന്നിധിയിൽ നിന്ന് മറുപടികൾ ലഭിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതെന്നും തുടർന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അവിടുത്തെ തിരുനാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.